അങ്ങനെ നമ്മൾ നമ്മുടെ ചലഞ്ചിന്റെ 16ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 16 ദിവസം കൊണ്ട് മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് അറിയുമ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇലുസ്ട്രേഷനിലേക്ക് വന്നാലോ? ഇവിടെ എന്താ കാണാൻ പറ്റുന്നേ? ഒരു ആനയെ എവിടെയാണ് തളച്ചിട്ടിരിക്കുന്നത്? ഒരു കസേരയിൽ. ആ കസേരക്കാണോ പവർ കൂടുതൽ, അതോ ആനക്കാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം ആനക്കാണ് ശക്തിയുള്ളത്, കസേരക്കല്ല. പക്ഷെ ആ ആന എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മൂവ് ചെയ്യാത്തത്? അതൊരു വിശ്വാസമാണ് അല്ലേ? അതായത് എനിക്ക് പവർ ഇല്ല, എനിക്കൊരു ശക്തിയും ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആന നിൽക്കുകയാണ്. ഇത് എവിടെ നിന്ന് ആന പഠിച്ചത്? ചെറിയ പ്രായത്തിൽ ആനയെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ശക്തിയുള്ള ചങ്ങല കൊണ്ട് അനങ്ങാൻ പറ്റാത്ത ലെവലിൽ കെട്ടിയിടും അല്ലെ, തളച്ചിടും. അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു വിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ചെറിയ പ്രായത്തിലെ തന്നെ ഈ ഒരു ചിന്ത അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആന എത്ര വലുതായാലും, അതിന്റെ ശരിയായ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയാലും ആന വിശ്വസിക്കുന്നത് എനിക്ക് ശക്തിയില്ല എന്ന് തന്നെ ആയിരിക്കും. ആന എല്ലാ ഭാരിച്ച ജോലികളും ചെയ്യുന്നുണ്ടാവും മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട്. പക്ഷേ എന്നിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആന ചിന്തിക്കുന്നത് എനിക്ക് ശക്തിയില്ല. ഇതുപോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത്? ഒന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. നമ്മൾ ഓരോരുത്തരും ലൈഫിൽ ഒരുപാട് കടമ്പകൾ കടന്നിട്ടായിരിക്കാം ഇതുവരെ എത്തിയിട്ടുണ്ടാവുക. നമുക്കറിയാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കടന്നു വന്നു എന്നുള്ളത്. നമുക്ക് എത്രത്തോളം പവർ ഉണ്ട് എന്ന് നമുക്ക് അറിയുമ്പോഴും നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ എണ്ണം നോക്കിയിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ അത് മനസ്സിൽ നിന്ന് കളയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങൾ അത് തന്നെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുന്നത് കൊണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വളരാൻ പറ്റാതെ ആവുന്നുണ്ട് അല്ലേ? സത്യമല്ലേ? നമുക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ളത് നമുക്കറിയാം, ഓരോരുത്തർക്കും അറിയാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. എന്തൊക്കെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് മറികടന്ന് വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒറ്റയ്ക്ക് പെടുമ്പോൾ നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു വിശ്വാസം അവിടെ കിടക്കുകയാണ്, എനിക്കൊന്നും പറ്റില്ല, എനിക്കത്ര ശക്തിയില്ല, മനക്കട്ടി പോരാ, എനിക്കത്ര പവറില്ല. അപ്പോൾ ഈ ചിത്രത്തിലുള്ള ആനയെ തളച്ചിട്ട പോലുള്ള വിശ്വാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ വർക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകളിൽ വർക്ക് ചെയ്യുക. വേണ്ടാത്ത ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങളുടെ ശക്തി എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയുക. നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കുക, മുന്നോട്ടേക്ക് നീങ്ങുക. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ കഴിയും. അവിടെ സാഹചര്യങ്ങൾ നോക്കിയിരിക്കേണ്ടതില്ല, ചിന്തകളിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ഈ ചിത്രത്തിലുള്ള ആനയെ തളച്ചിട്ട പോലുള്ള വിശ്വാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ വർക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകളിൽ വർക്ക് ചെയ്യുക. വേണ്ടാത്ത ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങളുടെ ശക്തി എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയുക. നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കുക, മുന്നോട്ടേക്ക് നീങ്ങുക. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ കഴിയും.